ദൈവം എന്താ പറഞ്ഞിരിക്കണത്? എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റകുറ്റനായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, നമുക്കുണ്ടാകുന്നൊരു ഒരു ഒരു പ്രശ്നം ഈ വചനം എന്ന് പറയുമ്പോൾ വചനം ആശ്രയിച്ച് അത് എന്തെല്ലാം വാഗ്ദാനങ്ങളുള്ളത് കൊണ്ട് ആ വിഷയത്തിന് കാലവിളംബമില്ലാതെ ദൈവം നിറവേറ്റും. പക്ഷെ നമ്മൾ വചനത്തെ ഡിബേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെയും മനുഷ്യൻ്റെ വചനത്തെയും ഒക്കെ ഒരു പ്രാധാന്യം കൊടുക്കും. ഇപ്പം സാറയുടെ വചനമല്ലേ എബ്രഹാം ആദ്യം കേട്ടത്. അങ്ങനെയല്ലേ ഹാഗറിനെ പ്രാപിക്കാനും ഇസ്മായിൽ ജനിക്കാനും ഒക്കെ കാര്യമുണ്ടായത്. ഇപ്പം സാറയുടെ വചനം മനുഷ്യൻ്റെ വചനമാണ് ശരിക്കും പറഞ്ഞത്, അത് ദൈവത്തിൻ്റെ വചനം അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലല്ല അയാൾ നിന്നത്, സാറയുടെ മുമ്പിലും ആ വചനം കേൾക്കും. ആളുടെ വചനം കേൾക്കുന്നു, അയാളുടെ മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ദൈവവചനത്തെക്കാൾ മനുഷ്യവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ കാലവിളംബം എടുക്കും. കാലവിളംബം പ്രഖ്യാപിതമായിട്ട് ദൈവത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമല്ല. അത് അതിനെ 18:7 പറയേണ്ടത് അങ്ങനെ ഇല്ല, കാലവിളംബം നടത്തത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കാലവിളംബം ഉണ്ടാക്കണതാ, അനുഗ്രഹം താമസിപ്പിക്കുന്നത് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണെന്ന ചുരുക്കം.